ഷോപ്പുകളും വാണിജ്യ സ്ഥാപനങ്ങളും കേരള ഷോപ്സ് ആൻഡ് കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് അനുസരിച്ച് ലേബർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. പൂർണ്ണമായും ഓൺലൈൻ വഴിയാണ് ഇതിന്റെ നടപടികൾ ചെയ്യേണ്ടത്. അതിനായി lc.kerala.gov.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ലഭിക്കുന്ന ഓപ്ഷനുകളിൽ നിന്നും ഓൺലൈൻ സർവീസസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ഓൺലൈൻ രജിസ്ട്രേഷൻ എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ രജിസ്ട്രേഷൻ സംബന്ധിച്ച് ചില നിർദ്ദേശങ്ങൾ ഇവിടെ നിന്നും വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. അതിനുശേഷം ഐ ഹാവ് റീഡ് ദ ഇൻസ്ട്രക്ഷൻസ് എന്നത് ക്ലിക്ക് ചെയ്ത് പ്രൊസീഡ് ചെയ്യുക. ഇപ്പോൾ ലഭിക്കുന്ന ഓപ്ഷനുകളിൽ നിന്നും കേരള ഷോപ്സ് ആൻഡ് കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് എന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മുടെ സ്ഥാപനത്തെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് പൂർണ്ണമായും ഫിൽ ചെയ്ത് കൊടുക്കുക. ആദ്യമായി നമ്മുടെ സ്ഥാപനം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണെന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ സ്ഥാപനം ഏത് ലേബർ ഓഫീസിന്റെ പരിധിയിലാണ് ഉള്ളത് എന്നത് സെലക്ട് ചെയ്യുക. അതിനുശേഷം സ്ഥാപനം സ്ഥിതി ചെയ്യുന്ന സ്ഥലം സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എംപ്ലോയറുടെ പൂർണ്ണമായ പേര്, റെസിഡൻഷ്യൽ അഡ്രസ്സ്, മാനേജറുടെ പേര്, മാനേജറുടെ അഡ്രസ്സ്, ഫാദറിന്റെ പേര്, അഡീഷണലായിട്ട് മാനേജിംഗ് പാർട്ട്നേഴ്സോ ഡയറക്ടേഴ്സോ ഉണ്ടെങ്കിൽ അവരുടെ എണ്ണം എന്നിവ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ബിസിനസ് ഏത് കാറ്റഗറിയിൽ പെട്ടതാണ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇവിടെ അഗ്രികൾച്ചർ ഓപ്പറേഷൻസ്, അലുമിനിയം ആൻഡ് ടിൻ പ്രൊഡക്റ്റ്, ഓട്ടോ, ബാങ്കിങ് എന്നിങ്ങനെയുള്ള നിരവധി ഓപ്ഷനുകൾ ഇവിടെ ലഭിക്കുന്നതാണ്. അതിൽ നിന്ന് നമ്മുടെ ബിസിനസ്സിന് അനുയോജ്യമായ കാറ്റഗറി ഏതാണ് എന്നുള്ളത് തിരഞ്ഞെടുക്കുക. അതിനുശേഷം ടൈപ്പ് ഓഫ് ബിസിനസ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം ടിൻ നമ്പർ, അക്കൗണ്ട് നമ്പർ, ബാങ്ക് നെയിം എന്നിവ കൂടി ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. റൈറ്റ് സൈഡിലായി സ്ഥാപനത്തിന്റെ പേര്, പോസ്റ്റൽ അഡ്രസ്സ്, സ്ഥാപനം തുടങ്ങിയ ഡേറ്റ്, മെയിൽ വർക്കേഴ്സിന്റെ എണ്ണം, ഫീമെയിൽ വർക്കേഴ്സിന്റെ എണ്ണം, എംപ്ലോയറുടെ ജനന തീയതി, ഇമെയിൽ അഡ്രസ്സ്, മൊബൈൽ നമ്പർ, IFSC കോഡ് എന്നിവ കൂടി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അടുത്തതായി നമ്മുടെ സ്ഥാപനത്തിലെ തൊഴിലാളികളുടെ ഒരു ഡീറ്റെയിൽസ് കൂടി അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിനായി ഒരു എക്സൽ ഷീറ്റിൽ തൊഴിലാളികളുടെ പേര്, അഡ്രസ്സ്, ഡെസിഗ്നേഷൻ, ഏജ് എന്നിവ ടൈപ്പ് ചെയ്ത് സേവ് ചെയ്ത് വെക്കുക. ചൂസ് ഫയൽ എന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള എക്സൽ ഷീറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. തുടർന്ന് മുനിസിപ്പൽ, പഞ്ചായത്ത് ലൈസൻസ് അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് കൂടി അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം സബ്മിറ്റ് ആപ്ലിക്കേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ലഭിക്കുന്ന വിൻഡോയിൽ നിന്നും നമ്മൾ ടൈപ്പ് ചെയ്ത വിവരങ്ങളെല്ലാം കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തുക. നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തതിൽ ഏതെങ്കിലും കറക്ഷൻസ് വരുത്താനുണ്ടെങ്കിൽ ചേഞ്ച് ഡീറ്റെയിൽസ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിവരങ്ങൾ എഡിറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം അപ്ഡേറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കാം. നമ്മൾ നൽകിയിട്ടുള്ള വിവരങ്ങളെല്ലാം ചെക്ക് ചെയ്ത് കറക്റ്റ് ആണോ എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം കൺഫേം ഡീറ്റെയിൽസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഒരു ടെമ്പററി രജിസ്ട്രേഷൻ നമ്പർ ലഭിക്കുന്നതാണ്. ഈ നമ്പർ നിർബന്ധമായും നോട്ട് ചെയ്ത് വെക്കുക. എന്തെങ്കിലും കാരണവശാൽ പേയ്മെന്റ് ഫെയിൽ ആകുകയോ അല്ലെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ സംബന്ധിച്ച് എന്തെങ്കിലും എൻക്വയറീസ് നടത്തുകയോ ചെയ്യേണ്ടി വന്നാൽ ഈ ടെമ്പററി നമ്പർ അത്യാവശ്യമാണ്. അതിനാൽ ഈ നമ്പർ നോട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം താഴെയുള്ള ക്യാപ്ച ടൈപ്പ് ചെയ്യുക. തുടർന്ന് സബ്മിറ്റ് ആൻഡ് പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പ്രൊസീഡ് ഫോർ പേയ്മെന്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പേയ്മെന്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള വിവിധ ഓപ്ഷനുകൾ ലഭിക്കുന്നതാണ്. അതിൽ നിന്നും നമുക്ക് അനുയോജ്യമായ ഒരു പേയ്മെന്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. പേയ്മെന്റ് സക്സസ് ആയാൽ
ചെല്ലാൻ ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. നമ്മൾ സബ്മിറ്റ് ചെയ്ത ആപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ് അറിയുന്നതിനായി ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്നതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ലഭിച്ചിട്ടുള്ള ടെമ്പററി നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. തുടർന്ന് ക്യാപ്ച കോഡ് കൂടി എൻ്റർ ചെയ്യുക. ശേഷം ഷോ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ് ഇവിടെ നിന്നും ലഭിക്കുന്നതാണ്.